गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിറാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിറാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 8, 2024. മനസ്സിനെ പാകപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ആ പരിശ്രമത്തിൻ്റെ ഫലം എന്തായിരിക്കും? ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഭഗവാൻ ഇന്ന് നമ്മെ പ്രേമപൂർവം നയിക്കുന്നു. പ്രേമസ്വരൂപരെ, ഒരു ക്യാമറ ഏത് ദിശയിലേക്കാണോ തിരിച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫിലിം തുറക്കുമ്പോൾ ലഭിക്കുന്ന ചിത്രം. ലെൻസിന്റെ ദിശയെ ആശ്രയിച്ചിരിക്കും ഫിലിമിൽ പതിയുന്ന ചിത്രം. എന്നതുപോലെ നമ്മെ ആകർഷിക്കുന്ന വസ്തുക്കളുടെ പ്രകൃതമനുസരിച്ചിരിക്കും മനസ്സിന്റെ പ്രതികരണം. ആരെങ്കിലും നമ്മെ പഴിക്കുമ്പോൾ നാം കോപാകുലരാകുകയും ഭ്രാന്തമായി പെരുമാറുകയും ചെയ്യുന്നു. ഇനി ആരെങ്കിലും നമ്മെ സ്തുതിക്കുമ്പോൾ നാം സന്തോഷത്താൽ തുള്ളിച്ചാടുകയും ആ വ്യക്തിയെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് അവസ്ഥകൾക്കും കാരണം നമ്മുടെ മനസ്സിന്റെ വിക്ഷോഭങ്ങളാണ്. മനസ്സിനെ സംബന്ധിച്ച രഹസ്യങ്ങളെക്കുറിച്ചും അത് നമ്മിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നാം നിശ്ചയമായും മനസ്സിലാക്കിയിരിക്കണം. നിന്ദകളിലും സ്തുതികളിലും ചഞ്ചലപ്പെടാതിരിക്കാൻ നാം നിശ്ചയമായും പഠിക്കണം. മനസ്സ് ഈശ്വരന്റെയും നന്മയുടെയും നേരെ തിരിയുമ്പോൾ അത് മാനുഷികപരവും ദുഷ്ചിന്തകൾക്കും ദുഷിച്ച അഹംഭാവത്തിനും നേരെ തിരിയുമ്പോൾ പൈശാചികവുമായി തീരുന്നു. താക്കോൽ വലത്തോട്ട് തിരിക്കുമ്പോൾ പൂട്ട് തുറക്കുകയും ഇടത്തോട്ട് തിരിക്കുമ്പോൾ അടയുകയും ചെയ്യുന്നു. രണ്ട് ദിശകളിലേക്കും തിരിയുന്നത് ഒരേ താക്കോൽ തന്നെയാണ്. എന്നതുപോലെ മനസ്സ് സച്ചിന്തകളിലേക്ക് തിരിയുമ്പോൾ അത് വിരക്തിക്കും ഞാൻ എന്റേത് എന്നുള്ള ചിന്തകളിലേക്ക് തിരിയുമ്പോൾ ആസക്തിക്കും കാരണമാകുന്നു. ആസക്തി ബന്ധനത്തിലേക്കും വിരക്തി മോക്ഷത്തിലേക്കും നയിക്കുന്നു. ഒരുവന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഏറ്റവും ശക്തമായ ബന്ധനം. 1978 ജൂലൈ 25 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിറാം.